ഹലോ, ഇന്ന് കുറച്ച് 10 മണി വിശേഷങ്ങളാണ്. എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ എനിക്ക് നടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഹോസ്പിറ്റലും വീടും ഒക്കെ ആയിട്ട് വീട്ടിൽ ഓരോരുത്തർക്ക് അസുഖങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. പിന്നെ എന്താണെങ്കിലും മാറ്റി നട്ടേക്കാൻ വിചാരിച്ചു. പറമ്പിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു പഴയ ചട്ടി തപ്പിയെടുത്തു. ഈ ചട്ടിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാനിതെൻ്റെ സ്വന്തം കൈകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ചട്ടിയാണ്. നമ്മുടെ കൊറോണ സമയത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിലിരുന്ന സമയത്ത് അച്ഛൻ അവിടെ എന്തോ സിമെൻറ്റിൽ ഉണ്ടാക്കുന്ന പണിയുന്ന സമയത്ത് ഞാൻ അതിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റി ഉരുട്ടി കമത്തി വെച്ച് അടിച്ചു. ഓരോ ഉരുളിയിലും ഓരോ കളറടിച്ച് അന്ന് നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നീട് ഇതെവിടെയോ പറമ്പിലൊക്കെ കിടന്ന് ആ കഴുക്ക് പിടിച്ച് ഒരിക്കൽ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു. പക്ഷേ വീണ്ടും പെയിൻറ്റ് ചെയ്യേണ്ടതായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഇപ്പം അതിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ചെടി നാട്ടിൽ വീണ്ടും പെയിൻറ്റിങ് ആവും. ഇപ്പോൾ ഓൾറെഡി ലേറ്റ് നൈറ്റാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വൈകുന്നേരമായി. പിന്നെ ഞാൻ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നടലും ക്യാൻസലാകുന്നതുകൊണ്ട് തൽക്കാലം അതിലേക്കങ്ങ് നട്ടേക്കാൻ വിചാരിച്ചു. കാരണം ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ട് തന്നെ കുറച്ചധികം ദിവസമായി 10 മണി. പിന്നെ അത് നടാതിരുന്നിട്ടുണ്ടെങ്കിൽ നശിച്ചു പോയാലോ. എൻ്റെ കയ്യിലില്ലാത്തൊരു വെറൈറ്റി കളറാണ്, കോമൺ കളറാണ്, പിങ്ക്, നല്ല ഡാർക്ക് പിങ്ക് കളറ്. ഒരു കുട്ടി എനിക്ക് കൊണ്ടു തന്നാണ്. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങി ആണ്. ഇതിന് നടാൻ പറ്റിയില്ല. എന്നാലും ഇന്ന് ഇങ്ങനെ തന്നെ അങ്ങ് നടാൻ വിചാരിച്ചു. ഒരു എണ്ണക്കുപ്പിയാണ് ഞാൻ എടുത്തത്. നല്ല നീളമുള്ളൊരു എണ്ണക്കുപ്പിയായിരുന്നു. അതിൽ കുറച്ച് ഹോൾസ് ഇട്ടതിൻ്റെ മേൽഭാഗം മുറിച്ച് കമത്തി വെച്ച് ഇതേപോലെ മണ്ണിട്ടു. എപ്പോഴും നടുന്നത് സാധാരണ നമ്മളൊരു ചട്ടിയിൽ നടുകയാണ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റിക്ക് ആകാമെന്ന് കരുതിയാണ് ഇങ്ങനെ നടുന്നത്. ഇങ്ങനെ നടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും കൂടിയാണ് ഇപ്പം ഇത്രയും നാൾ നടാണ്ട് വെച്ചത് കേട്ടോ. അല്ലെങ്കിൽ വേഗം ഏതെങ്കിലും ചെടിച്ചട്ടിയിൽ കുഴിച്ച് വെച്ചാൽ മതിയായിരുന്നു. എന്തായാലും നടുന്ന് വൃത്തിക്ക് നടാമെന്ന് കരുതി. അപ്പോൾ മണ്ണ് പോട്ട് മിക്സ് സാധാരണ എടുക്കുന്ന പോലെ തന്നെ മണ്ണും ചാണകപ്പൊടിയും കുറച്ച് മണലും പിന്നെ ചകിരിച്ചോറ് ആണ് വേണ്ടത്. പക്ഷേ 10 മണിക്ക് വെള്ളം അധികം ആവശ്യമില്ലാത്തത് കൊണ്ട് ചകിരിച്ചോറ് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ 10 മണീൻ്റെ തണ്ടുകൾ നല്ല ഹെൽത്തി ആയ തണ്ടുകളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ കത്രികയെ കൊണ്ട് മുറിച്ച് കുറച്ച് നല്ല കഷ്ണങ്ങൾ നോക്കിയെടുത്ത് ഓരോ ഹോൾസിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഒരുപാട് ഹോൾസൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. അത്രയൊന്നും വിചാരിച്ചില്ല. കുറച്ചും കൂടെ കുത്തുകൾ ഇടാമായിരുന്നു എന്നെനിക്ക് പിന്നീട് തോന്നി. അപ്പോൾ കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വളർന്നേനെ. അതിന് മാത്രം ഹോൾസ് ഒന്നുമില്ല. ഹോൾസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം ഹോൾസ് ഇട്ടോ കേട്ടോ. ഞാൻ എന്തായാലും ഇനി ഹോൾസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും മെനക്കേടാ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നട്ടേക്കാൻ വിചാരിച്ചു. അത് ആ തുമ്പത്ത് കിടന്ന കളറാണ് കേട്ടോ 10 മണീൻ്റെ ഇത്. 10 മണി ചെടിയിൽ നല്ല വെയിലത്ത് വെക്കുവാണെങ്കിൽ നല്ല പൂക്കളുണ്ടാവും. പിന്നെ അധികം വെള്ളം ഇവർക്ക് ആശയില്ല. പിന്നെ മഴക്കാലത്ത് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നന്നായി വെള്ളം കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത്. ഇനി അഥവാ വെച്ചാൽ തന്നെയും നല്ല ഡ്രെയിനേജ് ഉണ്ടായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. മഴക്കാലത്ത് മാറ്റി വെക്കുന്നതാണ് കുറച്ചും കൂടി സേഫ്. അങ്ങനെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറേ വെറൈറ്റികൾ നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും കളക്ട് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഈ 10 മണികളൊക്കെ എപ്പോഴും മാറ്റി നട്ടുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഈ അങ്ങനെയുള്ള ചെടിച്ചട്ടികളിലൊക്കെ നടുന്നതാണ് നല്ലത്. സ്ഥിരമായ ഒരു ചെടിച്ചട്ടി തന്നെ നടുന്ന ഒരു വളരുന്നൊരു ചെടിയല്ല. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതായത് മുറിച്ച് കളയണം. നമുക്കത് മനസ്സ് വരത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്താലേ നന്നായി പുതിയ ആരോഗ്യമുള്ള തണ്ടുകളും നല്ല പൂക്കളും വലിപ്പമുള്ള പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ പൂ ഏകദേശം കഴിയുന്ന സമയത്ത് ഇത് മൊത്തം മുറിച്ച് കളയണം. അപ്പോൾ പുതിയ തളിരുകൾ വരും. എൻ്റെ അടുത്തുള്ള കുറച്ച് 10 മണികൾ ഏകദേശം അങ്ങനെ പ്രൂൺ ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട്. അത് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയമാണ്. പിന്നെ മാത്രമല്ല എൻ്റെ സൗണ്ടും ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. വീട്ടിലെല്ലാവർക്കും ചുമയും ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. ക്ലിയറായി വരുന്നതേ ഉള്ളൂ. ഒരുപാട് ചെടിയുടെ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. വളം കൊടുക്കാനും പിന്നെ പഴയ ഇലകളും കേടുവന്ന ഇലകളും ഉണങ്ങിയ ഇലകളൊക്കെ മുറിച്ച് കളയാനും മണ്ണിളക്കി കൊടുക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കൃത്യമായി ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഹോസ്പിറ്റൽ വാസമെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരായി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. പിന്നെയുള്ള ദിവസങ്ങളിൽ പെൻഡിങ്ങുള്ള വർക്കുകളൊക്കെ കുറേ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഏകദേശം രാത്രി ഞാൻ ലൈറ്റ് ഇട്ടതാണ് കേട്ടോ. അത്രയും സന്ധ്യയായിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം അവസാന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത ലുക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം 4 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണാം.